നമസ്കാരം. രാഷ്ട്രീയത്തിൽ യാദൃശ്ചികതകൾ കുറവാണ്, ആസൂത്രണങ്ങളാണ് കൂടുതൽ. കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഒരു യുവ നേതാവിനെ രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുവാൻ ഭരണകൂടം നടത്തുന്ന നിഴൽ യുദ്ധത്തിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭരണപക്ഷത്തിന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന പേര്. കണ്ണൂരിൽ വീണ ജോർജിന്റെ പരിക്ക് നാടകം രാഹുൽ പൊളിച്ചടുക്കിയപ്പോൾ പ്രതികാരം ചെയ്യാൻ അവർ തിരഞ്ഞെടുത്ത വഴി പഴയ ഫയലുകൾ പൊടിതട്ടിയെടുക്കലാണ്. ഈ ജാമ്യം റദ്ദാക്കൽ ഹർജിക്ക് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണ്? സംഭവം നടന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ KSU കുട്ടികൾ കരിങ്കൊടി കാണിക്കുന്നു. ജനാധിപത്യപരമായ പ്രതിഷേധം. പക്ഷേ ഉടനെ വരുന്നു വാർത്ത, മന്ത്രിയുടെ കഴുത്തിന് പരിക്ക്, ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു, കോളർ ധരിക്കുന്നു. എന്നാൽ ഈ ദൃശ്യങ്ങൾ കണ്ടവർക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു: അവിടെ മന്ത്രി ആരും തൊട്ടിട്ടില്ല. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമായിരുന്നു. ഈ നാടകത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ പരിഹസിച്ചപ്പോൾ മന്ത്രിയും ഭരണപക്ഷവും ശരിക്കും പ്രതിരോധത്തിലായി. ജനങ്ങൾ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമായി: രാഹുലിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അയാളുടെ നാവടപ്പിക്കണം. അതിന് അവർ കണ്ടെത്തിയ ആയുധമായിരുന്നു പഴയ കേസുകൾ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലരും ചോദിക്കുന്നു, ഈ ബംഗളൂരു സ്വദേശിനിയുടെ കേസ് പഴയതല്ലേ എന്ന്. അതേ, കേസൊക്കെ പഴയതാണ്. അതിജീവിതയെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടുവെന്ന് പറയുന്ന ആരോപണവും പഴയതാണ്. മാസങ്ങളായി മിണ്ടാതിരുന്ന പ്രോസിക്യൂഷൻ മന്ത്രിക്കെതിരെ രാഹുൽ സംസാരിച്ച അതേ ആഴ്ചയിൽ തന്നെ കോടതിയിൽ ജാമ്യം റദ്ദാക്കാൻ ഹർജി നൽകുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് പോലീസിനെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ കളി. രാഹുലിന്റെ ആത്മവിശ്വാസം തകർക്കുവാൻ, അയാളെ വീണ്ടും ജയിലിൽ അടയ്ക്കാൻ സർക്കാർ മെനയുന്ന തന്ത്രം. ഫെബ്രുവരി അവസാന വാരം മന്ത്രിയുമായുള്ള തർക്കത്തിന് പിന്നാലെ നടപ്പിലാക്കുമ്പോൾ അത് റിവെഞ്ച് പൊളിറ്റിക്സ് അല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? ചോദ്യം ചോദിക്കുന്നവന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കി പഴയ കുറ്റപത്രങ്ങൾ പുറത്തെടുക്കുന്നത് ജനാധിപത്യത്തിന് അപമാനമാണ്. ഈ തിരക്കഥയുടെ മറ്റൊരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന NWMIയുടെ കത്തും. കോൺഗ്രസ് അധ്യക്ഷൻ അവർ കത്തയക്കുന്നു: രാഹുലിനെതിരെ പോഷ് നിയമപ്രകാരം അന്വേഷണം വേണം. നോക്കൂ, രാഹുലിനെതിരെ കോടതിയിൽ ഹർജി വരുന്ന അതേ സമയത്ത് തന്നെ ഇത്തരമൊരു കത്ത് വരുന്നത് കേവലം ആകസ്മികമാണ്. രാഹുലിനെ പാർട്ടിക്കുള്ളിലും പുറത്തും ഒറ്റപ്പെടുത്തുവാനുള്ള കൃത്യമായ നീക്കമാണിത്. രാഹുലിനെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാത്തവർ സ്ത്രീ സുരക്ഷയുടെയും ധാർമ്മികതയുടെയും മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുകയാണ്. ആരോപണം ഉന്നയിച്ചവരെ സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിക്കൂട്ടിലാക്കാനും ഇക്കത്തിലൂടെ ശ്രമം നടക്കുന്നു. രാഹുലിനെ പൂട്ടാൻ അണിയറയിൽ എത്ര വലിയ സംവിധാനങ്ങളാണ് ഒരുങ്ങുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം. തിരുവനന്തപുരം കോടതിയിൽ മാർച്ച് 6-നാണ് വിശദമായ വാദം നടക്കുക. രാഹുലിന്റെ ജാമ്യം റദ്ദാക്കപ്പെടുമോ അതോ നീതി ജയിക്കുമോ? അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് ഉയർത്തുന്ന പ്രതിരോധത്തിന് മുന്നിൽ പ്രോസിക്യൂഷന്റെ രാഷ്ട്രീയ അജണ്ടകൾ പൊളിഞ്ഞു വീഴുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇരയുടെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ആദ്യം ചെയ്യേണ്ടത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇത്തരം കേസുകളെ ദുരുപയോഗം ചെയ്യാതിരിക്കുകയാണ്. ഭരണകൂടം എത്ര പൂട്ടുകൾ തീർത്താലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ശബ്ദം ഈ കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. പഴയ കേസുകൾ കാട്ടി പേടിപ്പിക്കാൻ നോക്കുന്നവർക്ക് മുൻപിൽ അയാൾ വഴങ്ങില്ല. കാരണം ഇതൊരു വ്യക്തിയുടെ പോരാട്ടമല്ല, അനീതിക്കെതിരെ സംസാരിക്കുന്ന ഓരോ മലയാളിയുടെയും പോരാട്ടമാണ്. ഇനി നമുക്കിതിന്റെ നിയമവശം നോക്കാം. പ്രോസിക്യൂഷൻ ഉയർത്തുന്ന പ്രധാന വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ വാട്സാപ്പ് വഴി ബന്ധപ്പെട്ടു എന്നാണ്. പക്ഷെ ഇവിടെയാണ് രാഹുലിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് ഉയർത്തുവാൻ പോകുന്ന ശക്തമായ പ്രതിരോധം. ഒരു വാട്സാപ്പ് കോൾ വന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ജാമ്യം റദ്ദാക്കുവാൻ നിയമപരമായി സാധിക്കുമോ? നിയമവിദഗ്ധർ പറയുന്നത് ജാമ്യം റദ്ദാക്കണമെങ്കിൽ സാക്ഷികളെ സ്വാധീനിച്ചു എന്നതിന് കൃത്യമായ തെളിവ് വേണം. ഒരു കോൾ വന്നു എന്നതുകൊണ്ട് മാത്രം സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്നോ സ്വാധീനിച്ചുവെന്നോ അർത്ഥമില്ല. ആരെങ്കിലും ഒരാൾക്ക് അറിയാതെയോ അല്ലാതെയോ ഒരു കോൾ പോകുന്നത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമായി കാണാൻ കഴിയില്ല. അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയോ? ഇല്ല. കേസ് അട്ടിമറിക്കുവാൻ ശ്രമിച്ചോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ നെട്ടോട്ടം? ഇതൊരു കെണിയാണ്. രാഹുലിന്റെ ഫോണിൽ നിന്ന് ഒരു മിസ്ഡ് കോൾ പോയാൽ പോലും അത് ജാമ്യ ലംഘനമായി ചിത്രീകരിച്ച് അയാളെ അകത്തിടുവാൻ കാത്തിരിക്കുന്ന ഒരു വലിയ സംഘം പിന്നിലുണ്ട്. പക്ഷെ കോടതിയിൽ ഈ വാട്സാപ്പ് കഥകൾ ചീട്ടുകൊട്ടാരം പോലെ തകരും. കാരണം തെളിവുകളുടെ അഭാവത്തിൽ വെറും ആരോപണങ്ങൾ കൊണ്ട് ഒരു ജനപ്രതിനിധിയുടെ സ്വാതന്ത്ര്യം തടയുവാൻ നിയമം അനുവദിക്കില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ രാഹുലിനെ പൂട്ടുവാൻ ഇവർ ശ്രമിക്കുന്നത്? ഇത്ര ലളിതമാണ്: ഭയം. ആരോഗ്യമന്ത്രിയുടെ ഓരോ വാക്കുകളെയും വിചാരണ ചെയ്യുന്ന രാഹുലിന്റെ നാവടക്കിയാൽ സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിരോധം ഇല്ലാതാക്കാമെന്നവർ കണക്കുകൂട്ടുന്നു. മന്ത്രിക്കെതിരെ കണ്ണൂരിൽ നടന്ന പ്രതിഷേധം വധശ്രമമായി ചിത്രീകരിച്ചവർക്ക് രാഹുലിനെ ജാമ്യ ലംഘകനായി മുദ്രകുത്തുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്: രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കേരളത്തിലെ യുവാക്കളുടെ വികാരമാണ്. മൊഴി കൊടുത്തതിന് പിന്നാലെ നടന്നുവെന്ന് പറയുന്ന വാട്സാപ്പ് കോളിന്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കാൻ നോക്കുന്നത് വെറും രാഷ്ട്രീയ പാപ്പരത്വമാണ്. ജനങ്ങൾ ഇത് കാണുന്നുമുണ്ട്. ഓരോ തവണ അദ്ദേഹത്തെ വേട്ടയാടുമ്പോഴും രാഹുലിന്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയരുകയാണ് ചെയ്യുന്നത്.
മാർച്ച് 6 കേരളം ഉറ്റുനോക്കുന്ന ആ ദിവസം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ സത്യവും തിരക്കഥയും തമ്മിലുള്ള പോരാട്ടം നടക്കും. പ്രോസിക്യൂഷൻ മനു കല്ലമ്പള്ളി ഉയർത്തുന്ന വാദങ്ങളെ രാഹുലിന്റെ വക്കീൽ നിയമപരമായി തന്നെ നേരിടും. കേവലം ഒരു വാട്സ്ആപ്പ് കോൾ കാട്ടി ഒരു രാഷ്ട്രീയ നേതാവിനെ തളയ്ക്കാമെന്ന മോഹം അന്ന് അവസാനിക്കും. സത്യം ഒരു സൂര്യനെ പോലെയാണ്. അതിനെ അധികകാലം കൈവെള്ളം കൊണ്ട് മറച്ചു പിടിക്കാനാകില്ല. ആരോഗ്യമന്ത്രിയുടെ നാടകങ്ങൾക്കും ഭരണകൂടത്തിന്റെ വേട്ടയാടലുകൾക്കും മറുപടിയുമായി രാഹുൽ മാങ്കുട്ടത്തിൽ കൂടുതൽ കരുത്തോടെ തന്നെ തിരിച്ചു വരും. ഇത് രാഹുലിന്റെ മാത്രം വിജയമല്ല, ജനാധിപത്യത്തിന്റെ വിജയമായിരിക്കും. രാഹുലിനെ രാഷ്ട്രീയമായി തളയ്ക്കുവാൻ പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അടുത്ത കരനീക്കം തുടങ്ങിയത്. അവിടെയാണ് നെറ്റ്വർക്ക് ഓഫ് വിമൺ ഇൻ മീഡിയ രംഗത്ത് വരുന്നത്. കോൺഗ്രസ് അധ്യക്ഷന് കത്തയച്ച് രാഹുലിനെതിരെ ആഭ്യന്തര അന്വേഷണം വേണമെന്നവർ ആവശ്യപ്പെടുന്നു. പക്ഷെ ഇവിടെ ഉയർന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ഒരു കോടതി പോലും രാഹുൽ മാങ്കുട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടില്ല. ശിക്ഷിക്കപ്പെടുന്നതുവരെ ഒരാൾ നിരപരാധിയാണെന്ന പ്രാഥമിക നിയമം പോലും മറന്നാണോ ഈ നീക്കം? NWMI ആവശ്യപ്പെടുന്നത് പോഷ് നിയമപ്രകാരമുള്ള സമിതി വേണമെന്നാണ്. എന്നാൽ ഓർക്കുക, രാഹുൽ ഇപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താണ്. പുറത്താക്കപ്പെട്ട ഒരാൾക്കെതിരെ എന്ത് ആഭ്യന്തര സമിതി? ഇതൊരു രാഷ്ട്രീയ പ്രഹസനമല്ലേ? കുറ്റാരോപിതന് യാതൊരു സംരക്ഷണവും നൽകരുത് എന്ന് ഖാർഗെയ്ക്ക് കത്തയക്കുന്നവർ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയാണ്. കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ പുറത്ത് ഇത്തരമൊരു പുകമറ സൃഷ്ടിക്കുന്നത് എന്തിനാണ്? രാഹുലിനെതിരെ പൊതുസമൂഹത്തിൽ ഒരു കുറ്റവാളി പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന. നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ജനപ്രതിനിധിയെ കോടതി വിധി വരും മുൻപേ വേട്ടയാടുവാൻ ഇറങ്ങിത്തിരിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതാണ്. ആരോപണം ഉന്നയിച്ച മാധ്യമ പ്രവർത്തകയെ സൈബർ ആക്രമണം നടത്തുന്നു എന്നാണ് ഇവരുടെ മറ്റൊരു പരാതി. എന്നാൽ രാഹുലിനെ സ്നേഹിക്കുന്നവർ നടത്തുന്ന വൈകാരിക പ്രതികരണങ്ങളെ രാഹുലിന്റെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ കുടുക്കുവാൻ നോക്കുന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ്. കോടതി കനിഞ്ഞാലും ഈ സംഘടനകൾ രാഹുലിനെ വിടില്ല എന്ന വാശിയിലാണെന്ന് തോന്നിപ്പോകുന്നു. കോടതി പോലും ശിക്ഷ വിധിക്കാത്ത ഒരാളെ തെരുവിലിട്ട് വിചാരണ ചെയ്യാൻ ആർക്കും അധികാരമില്ല. NWMIയുടെ കത്തും ഭരണകൂടത്തിന്റെ കേസും ഒരേ ലക്ഷ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്: രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന ശബ്ദം ഇല്ലാതാക്കുക. പക്ഷെ നിയമത്തിന്റെ വഴിയെ പോകുമ്പോൾ ഇത്തരം തിരക്കഥകൾ പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യും. രാഹുലിനെ സ്നേഹിക്കുന്നവർക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവർക്കും ഭരണകൂടത്തോടും ഈ സംഘടനകളോടും ചിലത് ചോദിക്കാനുണ്ട്. അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ കേരളത്തിലെ ഓരോ തെരുവിലും മുഴങ്ങുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഓരോ അഴിമതിയും വീഴ്ചയും രാഹുൽ തുറന്നു കാട്ടുമ്പോൾ കൃത്യമായി ഈ കേസ് പൊങ്ങി വരുന്നത് എങ്ങനെയാണ്? ഇത് രാഹുലിനെ പൂട്ടാനുള്ള പൊളിറ്റിക്കൽ കൊട്ടേഷൻ അല്ലാതെ മറ്റെന്താണ്? മന്ത്രിക്കെതിരെ കണ്ണൂരിൽ നാടകം കളിച്ചവർക്ക് രാഹുലിനെ പേടിയാണ്. അതിജീവിതയുടെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ പോയി എന്ന് പറഞ്ഞാണ് ജാമ്യം റദ്ദാക്കാൻ നടക്കുന്നത്. ഇതൊരു സാങ്കേതിക പിഴവാകാം, അല്ലെങ്കിൽ ആരെങ്കിലും ബോധപൂർവം ചെയ്തതുമാകാം. ഇതിന്റെ പേരിൽ ഒരു ജനപ്രതിനിധിയെ ജയിലിൽ അടയ്ക്കാൻ നോക്കുന്നത് വിചിത്രമാണ്. രാഹുൽ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, സ്വാധീനിച്ചിട്ടില്ല. ആരോപണങ്ങൾ കത്തിനിന്ന സമയത്ത് തന്നെയാണ് പാലക്കാട്ടെ ജനങ്ങൾ രാഹുലിനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത്. ജനങ്ങൾ രാഹുലിനെ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണത്. ആ ജനവിധി അട്ടിമറിക്കുവാൻ പഴയ കേസുകൾ കുത്തിപ്പൊക്കിയാൽ അത് പാലക്കാട്ടെ ജനങ്ങളെ കൂടി അപമാനിക്കലാണെന്നാണ് രാഹുൽ അനുകൂലികൾ ഉയർത്തുന്ന വാദം. രാഹുലിനെ ജയിലിൽ അടച്ചാൽ ആ ശബ്ദം അവസാനിക്കുമെന്ന് ആരും കരുതേണ്ട. പുറത്ത് ആയിരക്കണക്കിന് രാഹുൽ മാങ്കുട്ടത്തിൽമാർ ഉയർന്നു വരും. സമരവീര്യത്തെ തടവറയിലാക്കുവാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല. അതേ രാഹുൽ അനുകൂലികൾ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ: നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ ഇത് രാഷ്ട്രീയ പകപോക്കലിന്റെ വഴിയെ പോകരുത്. മാർച്ച് 6 കോടതിയിൽ സത്യം തെളിയും വരെ ഈ പോരാട്ടം തുടരും. രാഹുലിനെ പൂട്ടാൻ നോക്കുന്നവർക്ക് മുൻപിൽ അദ്ദേഹം കൂടുതൽ ശക്തനായി തിരിച്ചു വരുമെന്ന് തന്നെയാണ് രാഹുൽ അനുകൂലികളുടെയും വിശ്വാസം.